ഓയ് ആഹാ എത്തിയാ. എങ്ങനെയുണ്ടായിരുന്നു ഷിഫ്റ്റിംഗ് ഒക്കെ? കഴിഞ്ഞു. പക്ഷെ 2 ദിവസം കൊണ്ട് മനുഷ്യൻ ചത്ത്. എന്നാലും കുഴപ്പമില്ല. അച്ഛനമ്മേനെ ഫ്ലാറ്റിൽ എത്തിച്ചപ്പോൾ അത് സമാധാനമായി. ഇനിയിപ്പോൾ ഇത്രയും ദൂരം പോകണ്ടല്ലോ അവരെ കാര്യം നോക്കാൻ. ഇപ്പം എല്ലാം ഒന്ന് ഈസി ആയി. ഹലോ. ആ ഓക്കെ ഓക്കെ. എടി ഞാനൊന്നേ എഡിറ്റേഴ്സിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരെ. ആ ഓക്കെ. ശരി അമ്മ, ഞാൻ വന്നിട്ടേ നമുക്ക് ഒരുമിച്ച് പോവാം. ആ ഇവിടെ ഇരിക്കുകയാണോ? ചാവടിക്കാൻ പോണ്ടേ? ഒരു മിനിറ്റ് അമ്മ, ഞാനേ വെക്കാം. ശരി എന്നാ ബൈ. എടി ഞാൻ ഒരു 3 ദിവസം വർക്ക് ഫ്രം ഹോം ആയിരിക്കും. എന്തേ? ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാൻ ഭയങ്കര വാശി. ഇതുകൊണ്ടാണ് ഞാൻ അച്ഛനമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതാകുമ്പോൾ നമുക്ക് അവരെ കാര്യം നോക്കി എളുപ്പമായല്ലോ. പക്ഷെ ഒരു ദിവസത്തേക്ക് വേണ്ടി ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത് നിന്നെ ഞാൻ സമ്മതിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അയ്യോ ചാണ്ടി, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായിട്ട് വെച്ച് പറഞ്ഞതാ. എടി അതിന് ഞാൻ നീ പറഞ്ഞത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എനിക്കും അവരെൻ്റെ കൂടെ നിർത്താൻ ഇഷ്ടം. പക്ഷെ പ്രായമായി എന്ന് പറഞ്ഞിട്ട് അവർക്കില്ല ഇഷ്ടങ്ങളൊക്കെ. നിനക്കറിയില്ലേ എൻ്റെ അമ്മയുടെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യം? അത് കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിന്ന്, ഏകദേശം ഒരു 1 വീക്കിൻ്റെ അടുത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ 1 വീക്ക് ആ പാവ എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് പറയാം അവിടെ നിന്ന്. എനിക്ക് വിഷമാവെന്ന് ഓർത്തിട്ട് എന്നോട് ഒരു സങ്കടം പറഞ്ഞില്ല. പക്ഷെ ലിറ്ററലി നമ്മുടെ ഫേസിൽ ആ സങ്കടം വിസിബിൾ ആയിരുന്നു. ഫേസ് കാണുമ്പോൾ നമുക്കെല്ലാം അറിയായിരുന്നു അമ്മ തീരെ ഹാപ്പി അല്ല. പിന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ആ ബാൽക്കണി കൂട്ടിയിരിക്കും, പുറത്ത് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിട്ട്. എടി ശരിക്കും എന്നെ ഒരു കൂട്ടിലാക്കപ്പെട്ട പോലെ ഇരുന്നു. സംസാരിക്കാൻ ആരുമില്ല. ഞാൻ ഓഫീസിൽ കൂടി വന്നു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിൽ ആരുമില്ല. നിനക്കറിയില്ല ഫ്ലാറ്റിലെ അവസ്ഥ. നമ്മുടെ ഓപ്പോസിറ്റ് ആരാന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയപ്പോൾ കാണാനായിരുന്നു സന്തോഷം. ഈ കുഞ്ഞു കുട്ടികളെ നമ്മൾ പാർക്കിൽ കൊണ്ടാക്കുമ്പോൾ സന്തോഷമില്ലേ അവരുടെ, അതേപോലെ ഇരുന്നൂടി. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തതാ, എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ഹാപ്പിനെസ് ഞാൻ കളയില്ല. ശരി, ഇപ്പം നീ പറയുമ്പോഴാണ് ഞാനിതൊക്കെ ആലോചിക്കുന്നത്. എടി പിന്നെ നമ്മൾ ജീവിച്ച പോലെയല്ല അവരുടെ ജീവിതം. നമ്മളിതൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷേ ഈ 60 വയസ്സായിട്ടും എൻ്റെ അമ്മ ഫോളോ ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ അമ്മയുടെ ഹാപ്പിനെസ് ആ പറമ്പും നാട്ടുമ്പുറവും അയൽവക്കക്കാരും ഒക്കെയാ. അതൊക്കെ മനസ്സിലാക്കണം ഞാനല്ലേ. മതി ചാടിക്കാൻ പോ.